ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി അമ്മ മാതാവ് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, എന്നെ ഒരു സാക്ഷിയാക്കി ഈ ആൾക്കാരുടെ മുന്നിൽ നിർത്തിയതിന്. എൻ്റെ പേര് മഞ്ജു. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. 2004 മുതൽ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എല്ലാവരുടെയും പോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യുക എന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ IELTS എന്ന എക്സാം എഴുതുന്നത് 2006 അവിടെ തൊട്ട് പല പ്രാവശ്യം ഞാൻ ഈ എക്സാം എഴുതിയെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ആഗ്രഹം ഉപേക്ഷിച്ച് ഞാൻ 2008 സൗദി അറേബ്യയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എനിക്ക് ജോലി ലഭിച്ചു. അവിടെ ഏകദേശം 9 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു. ആ സമയങ്ങളിൽ നിന്നും ഈ IELTS എന്ന എക്സാം ഞാൻ എഴുതിയില്ല. പക്ഷേ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ കടന്നിരുന്നു. അവിടുന്ന് ജോലിയെല്ലാം നിർത്തി 2017 നാട്ടിൽ തിരിച്ചെത്തി. ആ സമയത്തും ഞാൻ വീണ്ടും എൻ്റെ ആഗ്രഹം പിന്നെയും വന്നു. ഞാൻ പിന്നെയും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നു, കിട്ടിയില്ല. അങ്ങനെ ആ സമയത്ത് IELTS മാറി OET പഠിച്ചു തുടങ്ങി, അതും കിട്ടുന്നില്ല. പിന്നെ അതെല്ലാം മാറ്റി വെച്ച് PSC എക്സാംസ് എല്ലാം തന്നെ എഴുതി, അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതോടെ എനിക്ക് മനസ്സിലായി ഇനി വളരെ ബുദ്ധിമുട്ടാണ് ഒരു പുതിയ ജോലി കിട്ടാൻ. അങ്ങനെ ഉടനെ തന്നെ നാട്ടിലൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഞാൻ ജോലിക്കായിട്ട് കയറി. ആ സമയങ്ങളിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതും കൃപാസന പത്രത്തെക്കുറിച്ചൊക്കെ അറിയാനിടയായി. പക്ഷേ ഞാനത് വായിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നീട് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, നമ്മൾക്ക് എന്തെങ്കിലും നടക്കുകയില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് സാധിച്ചു കിട്ടുമെന്ന്. പിന്നെ ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ 2022 ഏപ്രിൽ ഞാനിവിടെ വന്നു ആദ്യമായിട്ട് ഈ നിയോഗം പറഞ്ഞ് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നു നാട്ടിൽ. ആ കൂട്ടത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടും ഇരുന്നു. പക്ഷേ ഒരു എക്സാം എഴുതാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ 3ാം പുതുക്കിലെത്തിയപ്പോൾ ഞാൻ OET എക്സാം എഴുതി. അത് എനിക്ക് പരാജയമായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സൊക്കെ സ്വീകരിച്ചു. അങ്ങനെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ 2006 മുതൽ എക്സാം എഴുതുന്ന ഒരാളാണ്. ആ സമയത്ത് മുതൽ നേടിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാം പരാജയപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിവിടെ കൊണ്ടുവന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഞാൻ OET എക്സാമിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് റീഡിങ് ലിസണിങ് പ്രാക്ടീസ് ചെയ്ത എൻ്റെ നോട്ട് ബുക്കും അത് ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ്, ഇതിലൊന്നും ജയിക്കാൻ വേണ്ട ഒരു സ്കോറില്ല. ഇത്രയും നാളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്, വയസ്സ് 40ആയി. ഇനി എന്തെങ്കിലും അമ്മ മാതാവ് തന്നെ എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നാലേ എനിക്ക് മുന്നോട്ടൊരു പുതിയൊരു ജോലി കിട്ടുകയുള്ളൂ. അങ്ങനെ പറഞ്ഞ് മാതാവിൻ്റെ മുന്നിലെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് പോയി. അങ്ങനെ പിന്നെ എക്സാമിന് അടുത്ത ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നിരാശ തന്നെ, വളരെ പ്രതീക്ഷയൊന്നുമില്ല. എല്ലാ പ്രാവശ്യത്തെ പോലെയും ഓരോ പരീക്ഷകളിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഉടനെ തന്നെ ഞാൻ മൊബൈലെടുത്ത് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കെട്ട് പത്രം ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്ന് എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് എക്സാം ഹാളിലേക്ക് പോയത്. തിരിച്ച് വരുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു കെട്ട് പത്രം എല്ലാവർക്കും ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ പത്രം എല്ലാവർക്കും പ്രേക്ഷിത വേലയുടെ ഭാഗമായിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ OET എക്സാം പാസ്സായി. എന്നെ അറിയാവുന്നവർക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു ഞാൻ ഈ OET എക്സാം പാസ്സായത്. അങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. അങ്ങനെ പിന്നീട് എൻ്റെ നെക്സ്റ്റ് ഒരു ആഗ്രഹമായിരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു പുറത്തൊരു ജോലി അയർലൻഡിൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നന്നായി പെർഫോം ചെയ്താലും നമുക്കൊരു ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റുകയുള്ളൂ എന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ 2 കഴിവുകളും എനിക്കില്ലല്ലോ, എങ്ങനെയെങ്കിലും എനിക്ക് നല്ലൊരു ഇൻ്റർവ്യൂ പാസ്സാക്കി തരണം. ഞാനിവിടെ വന്ന് പിന്നീടും മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അയർലൻഡിലെ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന റൂം മനസ്സിൽ സങ്കല്പിച്ച് വെഞ്ചിരിച്ച ഉപ്പ് എൻ്റെ റൂമിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ഇൻ്റർവ്യൂ എനിക്ക് നല്ല എളുപ്പമായിരുന്നു. അവർ ചോദിച്ചത് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞത് അവർക്കും മനസ്സിലായി. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അതിനുശേഷം ഒരുപാട് പേപ്പർ വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും കാലതാമസം വരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് പല പേപ്പറുകൾ ശരിയാക്കേണ്ടിയിരിക്കുന്നു.
അവിടെയെല്ലാം ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളെല്ലാം നീങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 7 അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം. അന്ന് ഡിസംബർ 7 കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടണം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഡിസംബർ 7 എനിക്കൊരു തീരുമാനവും ഒരു മറുപടി ഒരിടത്തൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഡിസംബർ 7 10:30 അയർലൻഡിൽ നിന്ന് എനിക്കൊരു മെയിൽ വരികയാണ്, എൻ്റെ കോൺട്രാക്റ്റ് അവർ ഉടൻ തന്നെ ഇഷ്യൂ ചെയ്യുമെന്ന്. അങ്ങനെ ഡിസംബർ 7 തീരാൻ 1.5 മണിക്കൂർ മുമ്പുള്ളപ്പം തന്നെ മാതാവിൻ്റെ ആ പ്രാർത്ഥന സാധിച്ചു കിട്ടി. അങ്ങനെ ഏകദേശം എൻ്റെ പേപ്പർ വർക്കുകൾ എല്ലാം കഴിഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലുകാർ തന്നെ വിസയും ടിക്കറ്റും ഒക്കെ തന്നു. ഈ മാസം ഫെബ്രുവരി 27 ഞാൻ പോവുകയാണ് ജോലിക്കായി. അങ്ങനെ നീണ്ട 17 വർഷം കാലത്തെ ഒരു ആഗ്രഹമാണ് സാധിച്ചു കിട്ടിയത്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും മാതാവ് എനിക്ക് ഏറ്റവും നല്ലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ശരിയാക്കി തന്നു. എനിക്ക് അധികം പൈസ ചിലവില്ലാതെ തന്നെ ഒരു ജോലിയാണ് മാതാവ് ശരിയാക്കി തന്നത്. എൻ്റെ അടുത്ത ഒരു നിയോഗം ഒരു രോഗസൗഖ്യമാണ്. 2022 ഏപ്രിൽ എനിക്കൊരു തലകറക്കം ഉണ്ടായി. അത് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചു. പല മാസങ്ങളിലും ഈ തലകറക്കം ഉണ്ടായി. പല സമയത്തും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തലകറങ്ങിക്കൊണ്ടാണ്. ഇതെന്നെ ജോലിയെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ അലോപ്പതി ഹോമിയോ മെഡിസിൻസൊക്കെ യൂസ് ചെയ്തു. പക്ഷേ ഒരു പൂർണ്ണ സൗഖ്യം എനിക്ക് ലഭിച്ചില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഈ നിയോഗം കൂടെ അതിൽ ചേർത്തു. അന്ന് നിയോഗം എഴുതി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് തലകറക്കം പിന്നെ ഉണ്ടായില്ല. ഇവിടുന്ന് തന്ന വെഞ്ചിരിച്ച ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ മറ്റൊരു നിയോഗം ഞാൻ എഴുതിയിട്ടത് എൻ്റെ കുടുംബത്തിൻ്റെ ആയുസ്സും സൗഖ്യമൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡിനും പപ്പായും കൂടെ കടയിൽ സാധനം മേടിക്കാൻ പോകുമായിരുന്നു. പപ്പ എന്നെ വഴിയിൽ ഇറക്കി വിട്ടു, റോഡിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ഞാൻ കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പപ്പ തല കറങ്ങി ബോധമില്ലാതെ വണ്ടിക്കകത്തിരിക്കുകയാണ്. അപ്പം കടയിൽ നിന്നവരും പുറത്തുള്ളവരൊക്കെ കൂടി തട്ടി വിളിക്കുമ്പോഴാണ് ബോധം വരുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്, മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ടിരുന്ന സമയത്ത് പപ്പായ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തലകറങ്ങുകയാണെങ്കിൽ വലിയൊരു അപകടം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചേനെ. അതിൽ നിന്നെല്ലാം മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ടോം. അദ്ദേഹത്തിന് കാലുവേദന ഉണ്ടായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. MRI സ്കാൻ എടുത്തപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെന്ന് പറഞ്ഞു. ന്യൂറോ സർജൻ സർജറിയാണ് അഡ്വൈസ് ചെയ്ത്. ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോൾ വേദനയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്. എങ്കിലും പൂർണ്ണ രോഗസൗഖ്യം മാതാവ് ഉടനെ തന്നെ തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. കാരുണ്യപ്രവൃത്തികൾക്കായി നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. പണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ രോഗി സന്ദർശനത്തിനായി പോകാമെന്ന് മനസ്സിലായി. അങ്ങനെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട വസ്ത്രം കൊടുക്കുകയും മരുന്നിനുള്ള പൈസ നമ്മളെ കൊണ്ടാവുന്നത് പോലെ അവർക്ക് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്. അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഇത്രയും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ മുന്നോട്ട് തന്നെ പോയിക്കൊള്ളാമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. നന്ദി.